അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും സിയാറത്ത് ചെയ്ത് ഇപ്പോൾ സിയാറത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ പ്രസിദ്ധമായ മക്കാമായ ബാവലി മക്കാമിലേക്കാണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബത്തേരി കോട്ടക്കുന്ന് സിയാറത്തിന് ശേഷം ഞങ്ങൾ പുൽപ്പള്ളി വഴിയാണ് ബാവലിയിലേക്ക് പോകുന്നത്. സാധാരണ ബാവലിയിലേക്ക് മാത്രം സിയാറത്തിന് വരുന്നവരാണെങ്കിൽ മാനന്തവാടിയിൽ നിന്ന് കാട്ടിക്കുളം വഴിയാണ് ബാവലി മക്കാമിലേക്ക് പോകേണ്ടത്. ഏകദേശം വൈകുന്നേരം 7 മണിക്കാണ് ഞങ്ങൾ ബാവലി മക്കാമിൽ എത്തിയത്. ബാവ അലി എന്ന മഹാൻ്റെ നാമത്തിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ബാവലി എന്ന പേരുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഒട്ടേറെ കറാമത്തുകൾ കൊണ്ടനുഗ്രഹീതനായിരുന്ന അദ്ദേഹത്തിൻ്റെ മക്ബറ കേരളത്തിലും കർണാടകയിലെ ഗ്രാമാന്തരങ്ങളിലെ കൃഷിക്കാരായ കന്നഡിയരിലും ഹിന്ദുക്കളിലും ഭൂരിഭാഗം ഇവിടുത്തെ വിശ്വാസികളാണ്. ഇവർ എല്ലാവരും ഇവിടെയെത്തി സ്വന്തമായി നേർച്ച കഴിക്കാറുണ്ട്. വയനാട്ടിലേറെ പ്രശസ്തിയാർജിച്ച മക്ബറയിൽ ഒന്നാണ് ഈ ബാവലി മക്കാം. മാനന്തവാടിയിൽ നിന്നും 16 കിലോമീറ്റർ അകലെ കർണാടകയുടെ അതിർത്തിയിൽ ബാവലി പുഴയുടെ തീരത്താണ് ബാവലി മക്കാം ഉള്ളത്. നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ആരെങ്കിലും വാഹനം വല്ലതും വാങ്ങിയാൽ അതിന് ബറക്കത്ത് ലഭിക്കാൻ ബാവലിയിൽ കൊണ്ടുവന്ന് സിയാറത്ത് ചെയ്ത് നേർച്ചയിട്ട് തിരിച്ചു പോകാറുണ്ട്. പുതിയ വാഹനം കൊണ്ട് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുകയും നേർച്ച ചെയ്യുകയും ചെയ്താൽ അതിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു. ഒരിക്കൽ കർണാടകയിലെ അന്തർസന്തയിൽ ചെട്ടി സമുദായത്തിൽപ്പെട്ട ഒരു ജൗളി വ്യാപാരി വാഹനത്തിൽ കുറെ കച്ചവട സാധനങ്ങളുമായി ബാവലി മക്കാമിൽ വന്ന് നേർച്ച നൽകി കവർച്ചക്കാരുടെ കൈകളിൽ പെടാതെ കാട്ടിനുള്ളിൽ നിന്ന് ഈ ചരക്കുമായി രക്ഷപ്പെടാൻ മനം നൊന്ത് പ്രാർത്ഥിച്ചു പുറപ്പെട്ടു. അല്പമകലെ എത്തിയപ്പോൾ ചെട്ടിയെ ആയുധധാരികളായ കൊള്ളസംഘം തടയുകയും ബാവലി മഹാനവറുകളെ വിളിച്ചപ്പോൾ സംഘം ഓടി ഒളിക്കുകയും ചെയ്തു. കുറെ കഴിഞ്ഞ് വീണ്ടും ഒരു സംഘം വളയുകയും അപ്പോൾ നരി പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ കാട്ടിക്കുളത്തെത്തുന്നതുവരെ നരി തൻ്റെ കൂട്ടുകാരനായിരുന്നുവെന്നും വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്തുത ചെട്ടി പറയുകയുണ്ടായി. ബാവലി മക്കാമിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ വലിയ കാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ മഹാനവറുകളെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനിക്ക് വലിയ ഉത്തരം ഉണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരിക്കൽ ബാവലി മഹാനവറുകളുടെ പേരിൽ നേർച്ചയാക്കിയ ആടിനെ തിന്നവൻ്റെ വയറ്റിൽ നിന്നും ആട് കരഞ്ഞതും പ്രതിവിധി എന്നോണം പകരം ആടിനെ കൊടുത്തതായുള്ള അനുഭവം മഹാനവറുകളുടെ കറാമത്തുകളിൽ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഒട്ടനവധി കറാമത്തുകളുടെ ഉടമയായ മഹാനവറുകളുടെ പേര് അസ്സയ്യിദ് ഇബ്രാഹിമുൽ ബഅദാദിയാണെന്ന് ഒരു മജ്ദൂബായ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും മാർച്ചിൽ ഉറൂസ് കഴിച്ചു വരുന്നു ഇവിടെ. കുട്ടികളുടെ നാമകരണത്തിനും ചോറൂണിനും സാധാരണ ജനങ്ങൾ ഇവിടെ വരാറുണ്ട്. വിവാഹം ശരിയാകാത്തവർ ഈ മക്കാമിലേക്ക് പട്ട് നേർച്ചയാക്കുകയും യാറമൂട നേർച്ചയാക്കുകയും ചെയ്താൽ വിവാഹം ശരിയാകുമെന്ന് ഇവിടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ വിവാഹം ശരിയായ ധാരാളം ആളുകൾ ഉണ്ട്. ഈ കാണുന്നതാണ് മഹാനായ ബാവലി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ മക്കാമു ശരീഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്
ഇരുലോക വിജയികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ബലാ മുസീബാത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസുലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബാവലി മഖാം സിയാറത്തിന് ശേഷം ഞങ്ങൾ സിയാറത്തിന് വേണ്ടി പോകുന്നത് ഒണ്ടയങ്ങാടി മഖാമിലേക്കാണ്. മഹാന്മാരായ സ്വഹാബികളിൽപ്പെട്ട ആളുകളാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കൊടും കാട്ടിലൂടെയാണ് ഞങ്ങൾക്ക് ആ മഖാമിലേക്ക് ഇനി പോകാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആ യാത്രയും മഖാം സിയാറത്തുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.